ഗീതേ എടി ഗീതേ. അയ്യോ ഇതെന്നീ ചേച്ചി ഞെട്ടിപ്പോയല്ലോ ഞാൻ. ഓ മനുഷ്യനെ പേടിപ്പിക്കുന്നേ. വെടി വെച്ചാ പുകയെന്ന് പറഞ്ഞാലോ. നീ തന്നെ ചിന്ത നിൽക്കുവാടി. ഞാനോ? വിളിച്ചിട്ട് പോലും കേൾക്കാതെ. കണ്ടന്റ് ഇല്ല ചേച്ചി. എന്നാ കണ്ടന്റ് ഇല്ലെന്ന്. ഇല്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കാൻ മേലായിരുന്നു. എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അണിച്ചിട്ട് തരികയില്ലായിരുന്നു. ചേച്ചിയുടെ വീട്ടിലോ? ആ ചേച്ചിയുടെ വീട്ടിൽ എന്ത് കണ്ടന്റാ ഉള്ളത്? കടലയോ പയറോ ഒക്കെ കുറച്ച് കാണും എടുക്കാൻ. അത് തരാമായിരുന്നല്ലേ ഞാൻ. ചേച്ചിയുടെ ഒരു കടലയും പേറും. ഞാൻ അതൊന്നും അല്ല ഞാൻ പറഞ്ഞ കണ്ടന്റ് ഇല്ലെന്നാ പറഞ്ഞത്. ആ എന്നാൽ പൈസ കണ്ടെത്താ ഞാൻ കടയിൽ പോയി മേടിച്ചുകൊണ്ട് തരാം. കടയിലോ? ആ അല്ല പിന്നെ ഇവിടെ കണ്ടന്റ് കൊടുക്കുന്ന കടയുണ്ടോ അവിടെ? ഉണ്ടോന്ന് ചെന്ന് കടക്കാരോട് പോയി ചോദിക്കണം. അല്ലാതെ ഇങ്ങനെ ഇവിടെ വിളിച്ച് നിന്നാൽ എങ്ങനെ അറിയുന്നത്? ഈ ചേച്ചിക്ക് ഒരു വകതിരിവും ഇല്ല കേട്ടോ. ആ ഓ വകതിരി മുഴുവൻ നിനക്കാ പറ. അതല്ല ഇങ്ങനെ ചോദിക്കുന്ന കടലയും പയറുവാണോ കടയിൽ ചെന്നാൽ കിട്ടുമെന്ന്. കടയിൽ ചെന്നാലൊന്നും കിട്ടുന്നതല്ല. നീ പിന്നെ വീട്ടു സാധനം ഇല്ലാത്ത കാര്യമല്ലേ നീ പറഞ്ഞത്? എനിക്ക് വീട്ടു സാധനം ഇല്ലാത്ത കാര്യമൊന്നും അല്ല. ഞാനിവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമോയെന്നറിയാൻ ഞാനിങ്ങനെ പലതേപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ അതാ ഞാൻ പറഞ്ഞത്. ഒന്നെങ്കിൽ എൻ്റെ വീട്ടിലുള്ളത് തരാം, അല്ലെങ്കിൽ ഞാൻ കടയിൽ പോയി മേടിച്ചുകൊണ്ട് തരാമെന്ന് പറഞ്ഞത്. ഇപ്പം മനസ്സിലായോ? ആ മനസ്സിലായി. അത് ചേച്ചി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി കേട്ടോ. എനിക്ക് വേണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ആലോചിച്ച് എവിടുന്നെങ്കിലും തേടി പിടിച്ചോളാം. എവിടുന്ന് തേടി പിടിക്കും നീ? അതെവിടുന്നേലും ആവട്ടെ. ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചിക്കത് മനസ്സിലാവില്ല. പിന്നെ ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ ശല്യം ചെയ്യാതെ ചേച്ചി പോ. ആ എന്നാൽ നിനക്ക് മനസ്സിലാകുന്നവരാരാന്ന് അവരോട് ചോദിച്ചിട്ട് മേടിച്ച് നീ എന്നതാന്നാ നീ കാണിയിരിക്കും വെച്ചോണ്ട്. അല്ല ഇപ്പം എന്നാ ചെയ്യാം? ഞാൻ കാണിച്ചോളാം. അല്ല ഒരു ബോധവും ഇല്ല. ഇങ്ങനെ ഒന്നും മനസ്സിലെന്തോ ഒന്ന് വന്നതായിരുന്നു അന്നേരം ഒരു ഗീതയെ വിളി. നന്നായിപ്പോയി. ഇനി ബോധമുള്ളവരെ ചെന്ന് വിളിച്ചു കൊണ്ടെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ പോക്കിന് പോവാം. ചേച്ചി പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടും. ചോദിക്കാൻ ഞാൻ നിൽക്കുകയല്ല. ചോദിക്കണ്ട, അതാ നല്ലത്. അയ്യോ എന്താ കളി.